എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായ അതേസമയം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് സോയ 65. സോയ 65 എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ് നമ്മളിത് കഴിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ചിക്കൻ 65 ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീനാസ് കറികളിലും നല്ല ഹിറ്റായ റെസിപ്പികളൊന്നായിരുന്നു ചിക്കൻ 65. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീനാസ് കറികൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിരുന്നത് നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ടുള്ള മാഷ്മെലോസ്. ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതെനിക്ക് മനസ്സിലാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. അപ്പൊ ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീക്കെൻഡിലൊക്കെ സമയം കിട്ടുമ്പോൾ അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാം. ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള സോയ 65 തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സോയ 65 തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ നമ്മുടെ ചിക്കൻ 65ന്റെ സെയിം റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോയ ചങ്ക്സ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 100 ഗ്രാമിന്റെ സോയ ചങ്ക്സ് ആണ്. ഈ ഒരു കവറിൽ ഇപ്പോൾ 200 ഗ്രാമിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ ഒരു കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1.5 കപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കവറിൻ്റെ പകുതി, ഒരു 200 ഗ്രാമിൻ്റെ പകുതി 100 ഗ്രാം, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 10 മിനിറ്റായി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് കണ്ടില്ലേ, അപ്പോഴേക്കും നന്നായിട്ട് അത് വീർത്ത് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം ചൂടുവെള്ളത്തിലിട്ട് വെക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ബോയിൽ ചെയ്തിരിക്കുന്ന വെള്ളത്തിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക, 1 മിനിറ്റ് തിളപ്പിക്കുക, അതിനുശേഷം ഓഫ് ചെയ്തിടുക. അപ്പോഴും പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പക്ഷേ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കുതിർന്നിട്ടുണ്ടെങ്കിൽ ഈ സോയയുടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വല്ലാത്തൊരു, ഞാൻ പറയാറുണ്ട് പല വീഡിയോയിലും, ഒരു പ്രത്യേകതരൊരു വാസനയാണ്, ഒരു സ്മെല്ലാണ് അല്ലേ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് കളയണമെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം നമ്മളതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പം ഈ കുതിർന്നതിന് ശേഷം, ഇതുപോലെ വീർത്ത് വന്നതിന് ശേഷം നമുക്കൊരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ വെള്ളം പിഴിഞ്ഞ് നന്നായിട്ട് കളയുക, പിന്നെ പച്ചവെള്ളത്തിലോട്ട് ഇടുക. അങ്ങനെ ഒരു 3-4 തവണ പല പ്രാവശ്യം ആവർത്തി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വാഷ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഏകദേശം ആ ഒരു മണം മാറിക്കിട്ടും. അതിനുശേഷം വേണം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ചെറിയ കുഞ്ഞി സോയ ചങ്ക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. അതേസമയം വലുതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മുറിച്ചോളൂ. അപ്പോൾ ഇതിൽ ചിലത് മാത്രം മുറിക്കാനുണ്ട്, ചിലതൊട്ടും മുറിക്കാനും ഇല്ല. ചിലത് വളരെ നൈസാണ്. അപ്പോൾ ഇതുപോലെ ഇത്ര ചെറുതാണെങ്കിൽ പിന്നെ മുറിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കേട്ടോ. അപ്പോൾ അതേസമയം ഇത് ഇച്ചിരി വലുതാണ്, അപ്പോൾ ഇതൊന്ന് മുറിക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം പിഴിഞ്ഞിട്ട് കൊണ്ടുവരാം ഞാൻ. ഇപ്പോൾ ഞാൻ നമ്മുടെ സോയ ചങ്ക്സ് പല തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, മാക്സിമം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങൾ മുറിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗൾ എടുക്കുക. ഞാൻ അതിൻ്റെ മേലെ കൂടെ എല്ലാ പൗഡേഴ്സ് ഇടാറില്ല, വേറെ ബൗളിലെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സോയ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാറുള്ളത് കേട്ടോ. അത് ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. സോയയുടെ മേലെ കൂടെ ഓരോ പൗഡറും തനിയെ ഇട്ട് മിക്സ് ചെയ്യുന്നതും എല്ലാ പൗഡേഴ്സും മിക്സ് ചെയ്തതിന് ശേഷം സോയ ചങ്ക്സ് ഇടുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബൗളിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇടുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മുടെ സാധാരണ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ എരിവുള്ള മുളക് പൊടി ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അതിലോട്ട് ഇടുന്ന ഒരു അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ പൗഡർ. സാധാരണ ജീരകമാണ്, പെരുംജീരകമല്ല, ക്യുമിൻ പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് പെരുംജീരകത്തിന്റെ വാസന താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം പെരുംജീരകം കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാലയുടെ അളവ് നിങ്ങൾക്ക് ഇപ്പോൾ കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇപ്പം മടിയന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എടുക്കാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാകും. അതല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ സോയ 65 കേട്ടോ. അതുപോലെ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. ചിലർക്ക് തൈര് അലർജിയൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളവർ ഒഴിവാക്കാം തൈര് കേട്ടോ. തൈര് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തൈര് ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് കുരുവില്ലാതെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില വളരെ നൈസാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില.
ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഉണ്ടാവാറില്ല ഞാനിത് ചെയ്യുമ്പോൾ, അതില്ലാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആണ്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? കോൺഫ്ലോറും പിന്നെ അരിപ്പൊടിയും. അപ്പം ഞാനിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അതേസമയം ഇപ്പം നിങ്ങളുടെ അടുത്ത് അരിപ്പൊടി മാത്രമേ ഉള്ളൂ, കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്താലും മതി. അപ്പം എൻ്റെ അടുത്ത് കോൺഫ്ലോർ ഉള്ള കാരണമാണ് ഞാൻ കോൺഫ്ലോർ ചേർത്തത്. അപ്പോൾ കോൺഫ്ലോർ ഇനിയും കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷേ ഇല്ലെങ്കിലും അരിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലവർ ഇതിലോട്ട് കടലമാവ് ചേർക്കാറുണ്ട്. പക്ഷേ എനിക്ക് കടലമാവ് ഇതിലേക്ക് ചേർക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ കടലമാവ് ഇതിൽ ആഡ് ചെയ്യാറില്ല നമ്മുടെ സോയ 65 ചെയ്യുമ്പോൾ. അതേസമയം നിങ്ങൾക്ക് കടലമാവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പൗഡറിന് പകരമായിട്ട് കടലമാവ് റീപ്ലേസ് ചെയ്യാം. പക്ഷേ സോയ 65 കടലമാവ് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കാം നമുക്ക്. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം, ഒരുപാട് വെള്ളമല്ല. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമല്ല കേട്ടോ. ഒരുപാട് വെള്ളമാക്കണ്ട, ഇതൊന്ന് കുഴയാൻ പറ്റുന്ന പാകത്തിലുള്ള വെള്ളം മതിയാകും. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ്സിനേക്കാളും മേലെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് ഒഴിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു പരുവ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോയ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ കളർ ചേർക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉപ്പും എരിവും പുളിയും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 20 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുക നമ്മുടെ സോയ ചങ്ക്സ്. അപ്പം ഇങ്ങനെ വലിച്ചെടുത്തോളും മസാലയൊക്കെ. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ആ പുറത്ത് മാത്രം മസാല ഉണ്ടാവും, ഉള്ളിലോട്ടൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ പുറത്ത് വെക്കുകയോ ചെയ്യുക. 20 മിനിറ്റ് എങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫെക്റ്റ് ടേസ്റ്റ് നമ്മൾ ഈ സോയ ചങ്ക്സിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് 20 മിനിറ്റ് അടച്ചു വെക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീഡിയം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് 2-3 ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം മീഡിയം ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാവാൻ പാടില്ല. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഈ സംഭവം അങ്ങ് പുറത്തും കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിലോട്ട് അങ്ങ് കുക്കാവില്ല. അതുകൊണ്ട് എണ്ണയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് കുറവായി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട സമയത്ത് ഇതിലോട്ട് ഒരുപാട് എണ്ണ അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിക്കാറില്ല, ചേച്ചി ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ ഒരുപാട് ഉണ്ടല്ലോ, എന്താണ് അതിനൊരു പരിഹാരം എന്ന്. അതാണ് ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾ എപ്പോഴും മീഡിയം ചൂടുള്ള എണ്ണയിൽ മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയം ചൂടുള്ള എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. 2-3 ബാച്ചായിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. അതേസമയം കരിഞ്ഞു പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എനിക്കൊരു 8 മിനിറ്റ് എടുത്തു കേട്ടോ മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഗ്യാസ് സ്റ്റവ് അനുസരിച്ച് മാറ്റും ഒരു സമയത്തൊക്കെ. അതിലോട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലിടുന്ന സമയത്ത് ഒരു ക്രിസ്പി സൗണ്ട് കേൾക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നാണ്. സാധാരണ രീതിയിൽ ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ ഞാൻ ഇതിലൊരു ചെറിയൊരു സോസും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ 65 ചെയ്യുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങ് നിർത്താം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും മുറിച്ചിട്ടിട്ട് എണ്ണയിൽ മുറിച്ചിട്ടിട്ട് അങ്ങ് വറുത്തെടുത്ത് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധാരണ രീതിയിൽ എല്ലാവരും ചിക്കൻ സോയ 65 ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇതിനെ വേറൊരു ലെവലിലോട്ട് ടേസ്റ്റ് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി. പക്ഷേ അരിയുന്നേക്കാളും നല്ലത് ചതക്കിയോ പേസ്റ്റാണ് ഏറ്റവും ബെസ്റ്റ്.
തീ കുറയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴറ്റാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചൂട് വളരെ കുറച്ചുള്ള അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാനാണ്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ക്യൂമിൻ സീഡ്സിന്റെ പൗഡർ, ക്യൂമിൻ പൗഡർ അതായത് ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കരിഞ്ഞു പോകും. ഈ പച്ചമണമൊക്കെ മാറി, പൊടികളുടെ പച്ചമണം മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോസാണ് സാധാരണ രീതിയിൽ ഞാൻ ചില്ലി ഗാർലിക് സോസാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പച്ചമുളക് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചില്ലി ഗാർലിക് സോസ് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആവില്ല. അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് ചില്ലി സോസും പിന്നെ കുറച്ച് കെച്ചപ്പുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. നല്ലൊരു വാസന വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഒന്ന് വഴറ്റണം. ഞാനിപ്പോൾ ഒരു മീഡിയത്തിലോട്ട് തീ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ, പച്ചമുളക് പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത്. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോയ ഒന്ന് കോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒരുപാട് ചേർക്കണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കളർ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓറഞ്ച് റെഡ് കളർ. അത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുക്കാറില്ല. ഒരു കളർ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ നോർമലായിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കളറിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂട്ടി കൊടുക്കാം. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം സോസിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ വേണ്ടി വരിക. നന്നായിട്ട് നമ്മുടെ സോസ് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ. ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞാൽ കുതിർന്ന ഇതായി പോകും. ചെറുതായിട്ട് എല്ലാ ഭാഗത്തേക്കും കോട്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം മതി, അതായത് സോസ് മതി. നമ്മൾ ചേർക്കുന്ന പൊടികളിലൊക്കെ പച്ചമണം മാറി എന്ന് ഉറപ്പ് വരുത്തണേ. എന്നിട്ട് മാത്രമേ ഇതിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ കാശ്മീരി മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് മുന്നോട്ട് നിൽക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. ആഹാ, എന്താ വാസന എന്ന് പറയുക. ശരിക്കും ചിക്കൻ 65 ഉണ്ടാക്കിയ ഒരു വാസനയാണ് ഇപ്പോൾ നമ്മുടെ ഹോളിൽ ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? സുഖമായില്ലേ? അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. അടിപൊളിയുണ്ട് കേട്ടോ. കാഴ്ചയിലും കഴിക്കാനും സൂപ്പറാണ്. പാത്രത്തിലോട്ട് മാറ്റി ഫോട്ടോയിൽ എടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാം. പക്ഷെ ഇത് ഗ്രേവി അല്ലല്ലോ. അപ്പോൾ ശരിക്കും സ്റ്റാർട്ടറാണ്. അപ്പം നിങ്ങൾക്ക് വെറുതെ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഞാൻ ആദ്യം കാണിച്ച പോലെ ഫ്രൈ ചെയ്യുക, എന്നിട്ട് കച്ചപ്പ് കൂട്ടി കഴിക്കാം. കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാനത് ഫ്രൈ ചെയ്യുമ്പോൾ പകുതി ചിലവാകും. കുട്ടികൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും കൂടുതൽ ഫ്രൈ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് കറി ഉണ്ടാക്കാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ വയറ്റിലേക്ക് പോകും, കറി ഉണ്ടാക്കാൻ കിട്ടൂല. പക്ഷെ നമുക്ക് അമ്മമാർക്ക് സന്തോഷം കുട്ടികൾ കഴിക്കുന്ന തന്നെയാണ്. ഏത് രൂപത്തിലാണെങ്കിലും കഴിച്ചാൽ മതി. പക്ഷെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് വിചാരിച്ച് ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല. കാരണം 1 കപ്പ് എന്ന് പറയും, 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടർ ആണെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോയ 65 ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ തോന്നില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ സോസ് ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന സാധാരണ ഒരു സോയ ഫ്രൈ അത്രയോ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ ലെവലിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അരേ വാ, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് വിശ്വാസമാവുന്നില്ല.
സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ അല്ല എന്ന് ആരും പറയില്ല. ചിക്കനേക്കാളും ഒരു പടി മുന്നിലാണ്. നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. നല്ല പാകത്തിന് ഉപ്പും പുളിയും ചെറിയൊരു എരിവും ചെറിയ എവിടെയോ ഉള്ളൊരു മധുരവും. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പികളൊന്നാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. കാരണം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി, ഈ ഡിഷ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഷെയർ ചെയ്യുക, വേണു ചേച്ചീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പല പല കോമ്പിനേഷൻസ് നിങ്ങൾ കണ്ടു കാണും അല്ലേ? പക്ഷെ ഇത് കണ്ടിട്ടുണ്ട് ആരെങ്കിലും? പുട്ടും മുന്തിരിപ്പുട്ട്, മുന്തിരിക്കള്ളെന്ന് പറയുന്ന പോലെ മുന്തിരിപ്പുട്ട്. പലതും കാണും. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെറുതെ അഭിനയല്ലേ? മുന്തിരിയുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. കോമ്പിനേഷൻ പഴം കഴിക്കുന്നില്ലേ? ആദ്യം വിചാരിച്ചു ശരിയാവില്ല, പക്ഷെ കൊള്ളാം.